നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതൊരു മനുഷ്യനും മരിക്കുന്ന സമയത്ത് അവർക്ക് ഖേദമുണ്ടാകും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് അവൻ ഖേദിക്കല്? തങ്ങൾ പറഞ്ഞു, ഇൻകാന മുഹ്സിനൻ, നല്ല ആളാണെങ്കിൽ അവൻ ഖേദിക്കും. കുറച്ചും കൂടി കൂടുതൽ അമല് ചെയ്തിരുന്നെങ്കിൽ എന്നവൻ ഖേദിക്കും. ഇത്രല്ലേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ചും കൂടി കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോകും. വൈൻകാന മുസീഅൻ, അവൻ മോശപ്പെട്ട ആളാണെങ്കിൽ അവൻ ഖേദിക്കും, പടച്ചവനെ, എനിക്ക് എൻ്റെ വേസ്റ്റായ സമയം എനിക്ക് കൂടുതൽ അമല് ചെയ്യാമായിരുന്നല്ലോ എന്ന് അവൻ ആലോചിച്ചുകൊണ്ട് കരയും. ഏതായാലും രണ്ടാളുകളും ഖേദിക്കും. നല്ലവരും ഖേദിക്കും, മോശപ്പെട്ടവരും ഖേദിക്കും. നല്ലവൻ ഖേദിക്കുന്നത് കൂടുതൽ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ, ചീത്ത മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന ഒരു ഖേദത്തോടെയായിരിക്കും. ഖേദം എന്തായാലും ഉറപ്പാണ്. നമ്മൾ ആരിൽ പെടണം? കൂടുതൽ ധാരാളം സമ്പാദിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉള്ള സമയങ്ങൾ, ഉള്ള ടൈമുകൾ വേസ്റ്റാക്കാതെ ചെയ്യുന്നത് ഏത് അമലാണെങ്കിലും, ചെറിയ അമലാണെങ്കിലും അത് കൂടുതൽ ചെയ്യാൻ സമയം കണ്ടെത്തണം. സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ വാട്സപ്പിലും മറ്റും ഇരുന്ന് നേരം കളഞ്ഞ് ഒരുപാട് സമയത്തെ കൊല്ലുന്നവരായി നമ്മൾ മാറരുത്. ആ സമയങ്ങളൊക്കെ ദിക്റിലായി, സ്വലാത്തിലായി, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ചെലവഴിക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഖിറത്തിലെത്തുമ്പോൾ നല്ലവരായിക്കൊണ്ട് ധാരാളം കിട്ടിയതായി നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമയങ്ങളൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് നല്ല രൂപത്തിൽ നാളെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ സമയങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി പറയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരണത്തിന്റെ മുമ്പ് ഖേദത്തെക്കുറിച്ചൊരു ബോധത്തോടെ നമ്മൾ ജീവിക്കണം. അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.